അങ്ങനെ ഉപതെരഞ്ഞെടുപ്പ് ദിവസം ഉപതെരഞ്ഞെടുപ്പിനുള്ള സമയമൊക്കെ അവസാനിച്ചു. 6 മണിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു, സമയം അവസാനിച്ചു. അങ്ങനെ വയനാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിലെ പോളിംഗ് സമയമൊക്കെ പൂർത്തിയായ സ്ഥിതിക്ക് ഇനി ക്യൂവിൽ നിൽക്കുന്നവർക്ക് മാത്രമാണ് വോട്ട് ചെയ്യാൻ സാധിക്കുക. ചേലക്കരയിലെ ചില ബൂത്തുകളിലൊക്കെ ഇപ്പോഴും നല്ല ക്യൂ നമുക്ക് കാണാൻ കഴിയും. ദേശമംഗലത്ത് പോലീസ് ബൂത്ത് കൈയടക്കിയെന്ന് ആരോപിച്ച പോലീസിനെതിരെ UDF പ്രവർത്തകർ രംഗത്ത് വന്ന സംഭവമുണ്ടായി. വയനാട് വാഗേരിയിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായി. ഏറ്റവും ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ വയനാട്ടിൽ 62.37% ചേലക്കരയിൽ 69% പോളിംഗ്. അപ്പോൾ നമ്മുടെ പ്രതിനിധികളുണ്ട് നമുക്കൊപ്പം. ചേലക്കരയിൽ നിന്ന് ആസിഫ് ഉണ്ട്, ലെവിൻ കെ വിജയനുണ്ട്, വയനാട്ടിൽ നിന്ന് ലിജോ വർഗീസ് ഉണ്ട്. ആദ്യം ആസിഫിലേക്ക് പോകുന്നു. ആസിഫ്, ചേലക്കരയിൽ ഒരൊറ്റ ചോദ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ തവണത്തെ 74% തോന്നുന്നു, അത് മറികടക്കുമോ എന്നുള്ളത്. ഇപ്പോഴും വലിയ ക്യൂ കാണുന്നുണ്ട് പല സ്ഥലത്തും. പ്രത്യേകിച്ച് ആസിഫൊക്കെ നിൽക്കുന്ന അടുത്തൊക്കെ നല്ല ക്യൂ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ നിൽക്കുന്നവർക്ക് കൂടി വോട്ട് ചെയ്യാൻ പറ്റും അല്ലേ? അതോ എവിടെയെങ്കിലും സമയം നീട്ടി നൽകിയിട്ടുണ്ടോ? അതായത് 6 മണിക്ക് ബൂത്തിന് ഉള്ളിലേക്ക്, അതായത് കോമ്പൗണ്ടിലേക്ക് പ്രവേശിച്ച് എല്ലാവർക്കും സ്ലിപ്പ് നൽകുക എന്നതാണ് രീതി. അതാണ് എല്ലാ ബൂത്തുകളിലും ആ രീതി തന്നെയാണ് ചെയ്യുക. അത്തരത്തിൽ 6 മണിക്ക് മുമ്പാടിയായി എത്തിയ എത്ര പേരുണ്ടെങ്കിലും അവർക്ക് മുഴുവൻ ആളുകൾക്കും വോട്ട് ചെയ്യാം. ആ ക്യൂ നിൽക്കുന്ന ആളുകൾക്ക് മുഴുവൻ സ്ലിപ്പ് നൽകുകയും അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം ഒരുക്കുകയും ചെയ്യും. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന 78 നമ്പർ ബൂത്ത്, 78 നമ്പർ ബൂത്തിൽ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. 6 മണിക്ക് ശേഷം ഒരു 10-40 പേരോളം ഉണ്ടായിരുന്നു. ഇനി ഒരു 10-15 പേരിൽ താഴെ മാത്രമാണ്, 10 പേരോളം മാത്രമാണ് ഇനി വോട്ട് ചെയ്യാനുള്ളത്. എന്തായാലും അത് അവർക്കുള്ള എല്ലാ സൗകര്യവും ഇവിടെ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ആ രീതിയിലാണ് ഈ ഒരു പോളിംഗ് പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുന്നത്. മറ്റ് പല പ്രദേശങ്ങളിലും ഇത്തരത്തിൽ സമാനമായ രീതിയിൽ വോട്ട് ചെയ്യാൻ ആളുകൾ ക്യൂവിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുക. തിരുവില്ലാമല, ദേശമംഗലം പഞ്ചായത്തുകൾ, വരവൂർ പഞ്ചായത്തിലെ ചില ബൂത്തുകളിലും ഇത്തരത്തിൽ വോട്ട് ചെയ്യാനായി ആളുകൾ ഉണ്ട് എന്നാണ്. എന്താ ജോലി തിരക്ക് കാരണമായിരുന്നു അതോ ഇലക്ഷൻ പ്രവർത്തനം ഉണ്ടായിരുന്നു? ഇലക്ഷൻ പ്രവർത്തനം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ലാസ്റ്റ്. ബാക്കി എല്ലാവരെയും ചെയ്യിപ്പിച്ചതിന് ശേഷം അവസാനം ചെയ്യാൻ മതിയാണ്. ചേട്ടനോ? ഇലക്ഷൻ പ്രവർത്തനം ഉണ്ടായിരുന്നു. ഇലക്ഷൻ വർക്കായിരുന്നു അല്ലേ? ജോലി 6 മണിക്ക് മുമ്പ് ചടിക്കറി ഞങ്ങൾ 3-4 മിനിറ്റ് മുന്നേ കയറി. തീർച്ചയായിട്ടും ഇവരെല്ലാവരും ഇലക്ഷൻ വർക്കിലുണ്ടായിരുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് അവർ വോട്ട് ചെയ്യാനായി താമസിച്ചത് എന്നുള്ളതാണ് അവർ പറയുന്നത്. കാരണം പരമാവധി ആളുകളെ വോട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടിയുടെ പദ്ധതികളാകുമ്പോൾ അവർക്ക് പരമാവധി ആളുകളെ വോട്ട് ചെയ്യിപ്പിക്കുക ലക്ഷ്യം. അതുകൊണ്ട് അവർ അങ്ങനെ വോട്ട് ചെയ്യാനുള്ള ആളുകളെ മുഴുവൻ ഇവിടെ എത്തിച്ചു. അതിനുശേഷം അവർ വരിയിൽ 6 മണിക്ക് മുമ്പായി എത്തി വരി നിൽക്കുകയാണ്. ഇനി വളരെ കുറഞ്ഞ ആളുകളെ ഉള്ളൂ ഈ ഒരു ബൂത്തിലും. ഇവിടെ ഞാൻ നിൽക്കുന്ന ഈ ഒരു സ്കൂളിൽ AUPSൽ മൊത്തം 5 ബൂത്തുകളാണുള്ളത്. ആ 5 ബൂത്തുകളിൽ ഇനി 78 നമ്പർ ബൂത്തിൽ മാത്രമേ ഇനി ആളുകൾ വോട്ട് ചെയ്യാൻ അവശേഷിക്കുന്നുള്ളൂ. അവരിപ്പോൾ തന്നെ ഒരു 10 മിനിറ്റിൽ തന്നെ അവർ വോട്ട് ചെയ്ത് കഴിയും. അതിനുള്ള ഒരു സാഹചര്യം ഇവിടെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. സ്കൂളിൻ്റെ ഗേറ്റുകളൊക്കെ ബന്ദ് ചെയ്തിട്ടുണ്ട്. കാരണം ഇനിയും പിന്നീട് 6 മണിക്ക് ശേഷം ആർക്കും ഇങ്ങോട്ട് കടന്നു വരാനുള്ള സാഹചര്യം ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇനി പോളിംഗ് ശതമാനം എത്രത്തോളം എത്തുമെന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം പോളിംഗ് ശതമാനം ഉയരുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു UDFൻ്റെ ക്യാമ്പ് ഉണ്ടായിരുന്നത്. എന്നാൽ LDFനെ സംബന്ധിച്ചോളം പോളിംഗ് ശതമാനം കുറഞ്ഞു നിൽക്കുന്നത് തന്നെ അവരത് പോസിറ്റീവായി തന്നെയാണ് കാണുക. കാരണം അവരെ സംബന്ധിച്ചോളം LDFൻ്റെ വോട്ടുകളെല്ലാം പോൾ ചെയ്യപ്പെടുമെന്നാണ് സ്വാഭാവികമായി കാലങ്ങളായി അത് കരുതിപ്പോരുന്ന ഒരു സാഹചര്യമുള്ളത്. ഈ മണ്ഡലത്തെ സംബന്ധിച്ചുള്ള സവിശേഷമായ ചില സാഹചര്യങ്ങൾ കൂടിയുണ്ട്. രാധാകൃഷ്ണൻ മത്സരിക്കുന്ന ഒരു മണ്ഡലമാണ്. അദ്ദേഹം പതിവായി വിജയിച്ചു വരുന്ന ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് LDFന് പോൾ ചെയ്യപ്പെടാനുള്ള വോട്ടുകൾ തീർച്ചയായും പോൾ ചെയ്യപ്പെടുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. UDF ആണ് ഉയർന്ന പോളിംഗ് പ്രതീക്ഷിക്കുന്നത്. ഇത്തവണ അവർ അത്തരത്തിലൊരു പ്രവർത്തനം നടത്തിയിരുന്നു. ബൂത്ത് തലത്തിലുള്ള ഒരു സമഗ്രമായ ഒരു പ്രവർത്തനം അവർ നടത്തിയിരുന്നു. അതുകൊണ്ട് പോളിംഗ് ശതമാനം വർദ്ധിക്കും എന്നൊരു കണക്കുകൂട്ടൽ ശതമാനമുണ്ടല്ലോ ഈ 69.43 അല്ലേ? അപ്പോൾ ഈ ഒരു പോളിംഗ് ശതമാനം ഇതിപ്പോ ഏറ്റവും ഒടുവിൽ ഇതിപ്പോ എപ്പോ അപ്ഡേറ്റ് ചെയ്തതാണ്? ഇതൊടുവിലത്തെ കണക്കല്ല, ഇനിയും ഏകദേശം ഒരു 1/4 മണിക്കൂറിന് മുമ്പുള്ള കണക്കാണ്. 6 മണിക്ക് മുമ്പേ വന്ന കണക്കാണ്. ഇത് എങ്ങനെ പോയാലും ഇപ്പോൾ ഒരു 72% പോളിംഗ് എത്തിയിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇനി മറ്റ് എവിടെയൊക്കെ എത്രത്തോളം ഏതൊക്കെ പഞ്ചായത്തുകളിൽ വലിയ രീതിയിൽ ക്യൂ ഉണ്ട് എന്നുള്ളത് കൂടി ആശ്രയിച്ചിരിക്കും അന്തിമ കണക്ക് വരിക. പക്ഷേ കഴിഞ്ഞ തവണത്തെ പോലെ 75% മുകളിലേക്ക് പോകുന്ന ഒരു പോളിംഗ് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. കാരണം ഏറ്റവും ഒടുവിൽ വരുന്ന കണക്കാകുമ്പോൾ പോലും അതിന് വളരെ കുറച്ച് മുകളിലുള്ള കണക്ക് സമയം മാത്രമേ ഉള്ളൂ. ഏകദേശം 1/2 മണിക്കൂറിൻ്റെ കണക്ക് മാത്രമേ പുറത്തു വരാവുള്ളൂ. അതുകൊണ്ട് 1/2 മണിക്കൂർ പിന്നീട് 6 മണിക്ക് ശേഷം ക്യൂവിലുള്ള ആളുകൾ വലിയ രീതിയിലുള്ള ക്യൂ ഒന്നും ഒരിടത്തും ഉള്ളതായി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇതേപോലെ 10-15 പേരൊക്കെയാണ് അതിൽ. ഞാൻ ലെവിനിലേക്ക് കൂടി ഒന്ന് പോവാണ്. ലെവിൻ, നമ്മൾ ഈ ചേലക്കരയിലെ തിരഞ്ഞെടുപ്പ് ആവേശം അത് പൂർണ്ണമായിട്ടും പോളിംഗ് ദിനത്തിൽ എല്ലായിടത്തെയും ഈ ക്യൂവിൽ നമുക്ക് പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. അതേ ആവേശത്തോടെ
എല്ലാവരും വന്ന് വോട്ട് ചെയ്യുന്ന ഒരു കാഴ്ച. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഉപതെരഞ്ഞെടുപ്പ് കാഴ്ചകളിലൊക്കെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു പോളിംഗ്, ഇത്രയും ആവശ്യത്തോടെ ആളുകൾ വന്ന് ഉപതെരഞ്ഞെടുപ്പിലൊക്കെ പോൾ ചെയ്തത് കണ്ടിട്ട് ഒത്തിരി കാലമായി. അപ്പോൾ ഈ ചേലക്കരയിൽ മുൻപത്തെ 74% മറികടക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. എന്തു തോന്നുന്നു ലെവിൻ? സേതു, കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകൾ 2011 മുതലുള്ള 2021 വരെയുള്ള 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലായി ശരാശരി 75% മുതൽ 79% വരെയുള്ള വോട്ടുകളായിരുന്നു ചേലക്കര മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയത്. പക്ഷേ ആസിഫ് പറഞ്ഞു നിർത്തിയതുപോലെ ഇതുവരെയുള്ള കണക്കുകൾ, ഔദ്യോഗികമായി കണക്കുകൾ പുറത്തു വന്നിട്ടില്ല. പക്ഷേ 72% പോളിംഗ് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു നിഗമനമുള്ളത്. നമുക്ക് ലഭ്യമായ കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏറ്റവും അവസാനം തന്നത് 5:30-ക്കായിരുന്നു. ആ സമയത്താണ് 69.47 എന്നുള്ള പോളിംഗ് ശതമാനം കാണിച്ചത്. 2,13,000-ൽ പരം വോട്ടർമാരുള്ള മണ്ഡലത്തിലെ 1,47,000-ൽ പരം ആളുകൾ വോട്ട് ചെയ്തു. ഇതിൽ 65,000-ൽ പരം സ്ത്രീകളും 51,000-ൽ പരം പുരുഷന്മാരും വോട്ട് രേഖപ്പെടുത്തി എന്നുള്ളതാണ് അവസാനം ഔദ്യോഗികമായി പുറത്തു വന്ന കണക്കുകളുടെ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഇനിയും കണക്കുകൾ കൂടുതൽ ലഭ്യമാവാനുണ്ട്, അത്തരം വിവരങ്ങൾ കൂടി ലഭിക്കാനുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പാഞ്ഞാൾ പഞ്ചായത്തിലാണ്. പാഞ്ഞാൾ പഞ്ചായത്തിലെ 47, 56, 57, 58 ബൂത്തുകൾ, 4 ബൂത്തുകളിലെയും പ്രവർത്തനം ഏകദേശം അവസാനിപ്പിച്ച മട്ടാണ്. ഒരു ബൂത്ത് പൂർണ്ണമായും അടച്ച് വോട്ടെടുപ്പ് പൂർത്തീകരിച്ച് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കെത്തിയ ഉദ്യോഗസ്ഥർ മറ്റ് കാര്യങ്ങൾ, അവസാനവട്ട തയ്യാറെടുപ്പുകളും മറ്റും നടത്തുന്ന ദൃശ്യങ്ങളാണ് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഒരു ബൂത്ത് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്, അതിൻ്റെയും കണക്കെഴുത്തും മറ്റു കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ലഭ്യമായ ഒരു കണക്കുകൾ പ്രകാരം 4 ബൂത്തുകളിലെയും വോട്ടർ ഇതുവരെ പോൾ ചെയ്തത് ഈ 47 നമ്പർ ബൂത്തിൽ 1170 വോട്ടുകളാണുള്ളത്. അതിൽ 770 വോട്ടുകൾ മാത്രമാണ് പോൾ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ തവണ UDFന് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UDFന് 295 വോട്ട് ഇവിടെ നിന്ന് നേടാനായി. 227 വോട്ട് LDFനും 158 വോട്ട് BJPക്കും നേടി. 68 വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടിയ ബൂത്താണിത്. പക്ഷേ അടുത്ത ബൂത്തിലേക്ക് എത്തുമ്പോൾ 1137 വോട്ടുകളാണ് ഇവിടെ ടോട്ടൽ വോട്ടർമാരുള്ളത്. അതിൽ 840 വോട്ടുകൾ മാത്രമാണ് പോൾ ചെയ്തിട്ടുള്ളത്. LDF ഈ പഞ്ചായത്തിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ലീഡ് ചെയ്തൊരു ബൂത്താണ്. അതായത് 270 വോട്ട് UDFും 307 വോട്ട് LDF നേടിയപ്പോൾ BJP 205 വോട്ട്. അങ്ങനെ LDFന് 37 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഈ ബൂത്തിൽ നിന്ന് ലഭിച്ചു. അടുത്ത ബൂത്ത് 57 1069 വോട്ടാണ്. അതിൽ 675 വോട്ട് മാത്രമാണ് ഇവിടെ പോൾ ചെയ്തിട്ടുള്ളത് ഈ സമയം വരെയും. 352 വോട്ട് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UDF നേടിയ ബൂത്താണ്. LDF 355, BJP 54. അങ്ങനെ LDFന് 3 വോട്ടിൻ്റെ ഭൂരിപക്ഷം നൽകിയ ബൂത്ത്. അവസാന ബൂത്ത് പാഞ്ഞാളിലെ 58-ാം നമ്പർ ബൂത്താണ്. 494 പേരാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത്. ആകെ വോട്ടർമാരുള്ളത് 700 അതിൽ 510 വോട്ടർമാർ ഇതിനോടകം വോട്ട് രേഖപ്പെടുത്തി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. UDFന് 222 വോട്ടിൻ്റെ ആണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കിട്ടിയത്. 160 വോട്ട് LDFനും BJPക്ക് 105 വോട്ടും. അങ്ങനെ 62 വോട്ടിൻ്റെ നമ്മളിപ്പോൾ കാണുന്നതനുസരിച്ച് ചേലക്കരയിൽ 70.02, പഴയന്നൂര്, മുള്ളൂർക്കര, തിരുവല്ലുവമല ഇവിടെയൊക്കെ 70 കടന്നിട്ടുണ്ട്. വരവൂർ 69, ദേശമംഗലം 69, കൊണ്ടാഴി 68, പാഞ്ഞാൾ 71, ചെറുതുരുത്തി 70. ഈ എങ്ങനെ പോവുകയാണെങ്കിലും അവസാനത്തെ ഒരു കണക്കൊക്കെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 75-ലേക്കൊക്കെ എത്തുമായിരിക്കും അല്ലേ? തീർച്ചയായും സേതു, അത്തരത്തിൽ തന്നെയാണ് രാഷ്ട്രീയ മുന്നണികൾ അതിനുവേണ്ടിയുള്ള ഒരു പരമാവധി പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ട്. നമ്മൾ അല്പസമയങ്ങൾക്ക് മുൻപ് ഈ ബൂത്ത് BJP സ്ഥാനാർത്ഥി K. ബാലകൃഷ്ണൻ സന്ദർശിച്ചിരുന്നു. അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ അവരെല്ലാം പറയുന്നത് 73% വരെ പരമാവധി വോട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് പോൾ ചെയ്യപ്പെടുമെന്ന്. അതിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ കണക്കുകളിലും വലിയ വ്യത്യാസമുണ്ടാകും. അതായത് ഉപതെരഞ്ഞെടുപ്പാണ്, ശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ്. എങ്കിൽ പോലും പരമാവധി ഒരു 75%-ൽ കൂടുതൽ വോട്ടുകൾ മുന്നണികൾ പ്രതീക്ഷിക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമായ സോഴ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ ഈ പോൾ ചെയ്യപ്പെട്ട വോട്ടുകളെല്ലാം തന്നെ പരമാവധി രാഷ്ട്രീയ വോട്ടുകളാണ്. പ്രധാന മുന്നണികളുടേതായടക്കമുള്ള പ്രവർത്തകർ മുഴുവൻ വലിയ രീതിയിലുള്ള പ്രചാരണം നടന്ന, അതിശക്തമായ മത്സരം നടന്ന ഒരു സ്ഥലമാണ് ചേലക്കര എന്നുള്ളതിൽ ഒരു സംശയമില്ല. വിവിധങ്ങളായ വിഷയങ്ങളാണ് ഇവിടെ, കൃത്യമായ പൊളിറ്റിക്സ് പറഞ്ഞ് നടന്ന ഒരു മത്സരം കൂടിയാണ് ചേലക്കരയിലേത്. അപ്പോൾ ചേലക്കരയിൽ നല്ല രീതിയിലുള്ള പോളിംഗ് നടന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ കാഴ്ചകളും വിവരങ്ങളും നൽകുകയായിരുന്നു ലെവിനും ആസിഫും. നമുക്ക് വയനാട്ടിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. വയനാട്ടിലെ കാര്യം പറയുകയാണെങ്കിൽ ലിജോ ഉണ്ട് നമുക്കിപ്പം. ലിജോ, ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ 74%. പക്ഷേ ഇത്തവണ വയനാട് അങ്ങനെയല്ല, നിരാശയാണ്.
എന്താണ് ഇപ്പോൾ പോളിംഗ് ഒക്കെ അവസാനിച്ചു, എങ്ങനെയാണ് കാഴ്ചകളൊക്കെ? തീർച്ചയായും വയനാടിനെ സംബന്ധിച്ചിടത്തോളം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേണിൽ ഇപ്പോൾ 2019, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ള ആ പാറ്റേണിനെ പോലെ തന്നെയാണ് പോകുന്നത്. അതായത് 2019 രാഹുൽ ഗാന്ധി ആദ്യമായി വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ വരുമ്പോൾ 83%, 83.29 ആയിരുന്നു അന്നത്തെ പോളിംഗ് ഉണ്ടായിരുന്നത്. അത് 2024 വരുമ്പോഴേക്കും അത് 10% കുറവ് വന്നു പോളിംഗ് ശതമാനം. അതിപ്പോൾ 2024 അടുത്ത ഉപതെരഞ്ഞെടുപ്പ്, അതായത് 2024 ഏപ്രിൽ മെയ് മാസത്തിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം ഏതാണ്ട് 6 മാസത്തിനുള്ളിൽ നടക്കുന്ന രണ്ടാമത്തെ തെരഞ്ഞെടുപ്പായപ്പോഴേക്കും അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് ആയപ്പോഴേക്കും അത് വീണ്ടും ഏതാണ്ട് 10% കുറവ് വീണ്ടും വരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും അവസാനമായി ഇപ്പോൾ PRD പുറത്തുവിട്ടിരിക്കുന്ന കണക്കനുസരിച്ച് 61% ആ റേഞ്ചിന്റെ കണക്ക്. ഏതായാലും അവിടെ നിന്ന് 2-3% കൂടി വർദ്ധിച്ചാൽ പോലെ ഏതാണ്ട് 63 അല്ലെങ്കിൽ 64 പരമാവധി എത്താവുന്ന സാധ്യത മാത്രമാണ് വയനാട്ടിലുള്ളതെന്നാണ്. അതായത് ഓരോ തവണ കഴിയുമ്പോഴും 10% പോളിംഗ് കുറവാണ്. വോട്ട് ചെയ്യുന്ന ആളുകളുടെ എണ്ണത്തിൽ 10% കുറവ് വീതം വരുന്നു എന്നുള്ളതാണ് ഈ കണക്കുകളിൽ വളരെ കൗതുകകരമായ കാര്യം. ബത്തേരിയിലൊക്കെ പോളിംഗ് ഭയങ്കര കുറവാണ്. ഇത് UDF കൂടുതൽ നിരാശ സമ്മാനിക്കുന്നതാണോ? അത് സ്വാഭാവികമായും ഇവിടെ വലിയ ഭൂരിപക്ഷം, അതായത് ഏതാണ്ട് ആദ്യഘട്ടത്തിൽ രാഹുൽ ഗാന്ധിക്ക് 4 ലക്ഷത്തിന് മുകളിൽ, രണ്ടാം ഘട്ടത്തിൽ അത് 3,60,000 അങ്ങനെ രണ്ട് തരത്തിലുള്ള വലിയ ഭൂരിപക്ഷം നേടിയിട്ടുള്ള 2 തവണ ഇലക്ഷൻ നടന്നൊരു സ്ഥലമാണ്. അവിടെയാണ് ഇത്രത്തോളം വോട്ടിംഗ് പെർസെന്റേജിൽ കുറയുന്നത്. അതാണ് ഞാൻ സൂചിപ്പിച്ചത് ആദ്യം. 83% പോളിംഗ് നടന്ന സമയത്ത് രാഹുൽ ഗാന്ധിക്ക് ഏതാണ്ട് 4 ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷം ലഭിക്കുകയും 73 അത് കുറഞ്ഞപ്പോൾ അത് 3,21,000 എന്ന നിലയിലേക്ക് വീണ്ടും കുറയുകയും ഇതിനി 63% ആവുകയാണെങ്കിൽ, അതായത് 10% വീണ്ടും കുറയുകയാണെങ്കിൽ UDF-നെ സംബന്ധിച്ച് അവരുടെ ഭൂരിപക്ഷത്തിൽ വലിയ കുറവുണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് UDF-നെ സംബന്ധിച്ച് വലിയ തിരിച്ചടി എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ശരാശരി നിലവിലെ കണക്കനുസരിച്ച് 60% ഏതാണ്ട് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഉള്ളത്. അതായത് ഏറനാട് ഒഴികെ ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും 60%. ഏറനാട് മാത്രമാണ് ഇപ്പോൾ നിലവിൽ മാത്രമാണ് പോളിംഗ്. തീർച്ചയായും ആ ഒരു ബൂത്ത് ഒഴികെ അല്ലെങ്കിൽ ആ ഒരു മണ്ഡലം ഒഴികെ ബാക്കി എല്ലായിടത്തും ഏതാണ്ട് ശരാശരി 60 മുതൽ 62 വരെ എന്ന നിലക്കാണ് അവിടെ ഉള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഓരോ മണ്ഡലത്തിൽ നിന്നും കഴിഞ്ഞ തവണ 45,000 തൊട്ട് 50,000 വരെ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിക്ക് കൊടുത്ത മണ്ഡലങ്ങളാണിത്, ഓരോ മണ്ഡലങ്ങൾ. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു അനാലിസിസിൽ വരുമ്പോൾ സ്വാഭാവികമായും ഉപതെരഞ്ഞെടുപ്പിനോടുള്ള ഒരു വിരക്തി യഥാർത്ഥത്തിൽ വയനാട്ടിലെ ആളുകൾ കാണിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. കാരണം ഇങ്ങനൊരു ഉപതെരഞ്ഞെടുപ്പിനെ അവർ അത്രത്തോളം കാര്യമായി എടുത്തിട്ടില്ല. അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ വലിയ തരത്തിലുള്ളൊരു പോരാട്ടത്തിനുള്ള അല്ലെങ്കിൽ അങ്ങനെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ, ചിട്ടയായ പ്രവർത്തനം, ബൂത്ത് തലങ്ങളിൽ സജീവമായ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. MP-മാർ അടക്കമുള്ള ആളുകൾക്ക് ചുമതല കൊടുത്തുകൊണ്ട് അവർ വളരെ കൃത്യമായ പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. എന്നിട്ടാണ് ഈ വോട്ട് ഇത്രയും കുറഞ്ഞ നിൽക്കുന്നത്. മറ്റൊന്ന്, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിന് പരമ്പരാഗതമായി വയനാട്ടിലെ ഓരോ മണ്ഡലങ്ങളിൽ, പ്രത്യേകിച്ച് മാനന്തവാടി, അതോടൊപ്പം തന്നെ കൽപ്പറ്റ തുടങ്ങിയ നിയോജക മണ്ഡലങ്ങളിൽ, ഒപ്പം താഴെ തിരുവമ്പാടി മണ്ഡലങ്ങളിലൊക്കെ സജീവമായ ഇടതുപക്ഷത്തിന് വലിയ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. അവിടെ ഇപ്പോൾ മാനന്തവാടിയിൽ അത് ഇടതുപക്ഷത്തിനൊപ്പമുള്ള മണ്ഡലമാണ്. അതോടൊപ്പം തന്നെ തിരുവമ്പാടി ഇടതുപക്ഷത്തിനൊപ്പമുള്ള മണ്ഡലമാണ്. OR കേളുവും ലിൻഡോ ജോസഫ് ഈ 2 മണ്ഡലങ്ങളിലെ MLA-മാരാണ്. അതോടൊപ്പം തന്നെ കൽപ്പറ്റയിലും സജീവമായ സാന്നിധ്യമുള്ള അല്ലെങ്കിൽ നല്ല ഉറച്ച മണ്ഡലം എന്ന നിലക്ക് പലപ്പോഴും ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന മണ്ഡലമാണ്. അപ്പോൾ ഈ 3 മണ്ഡലങ്ങളിലും ഒക്കെ അവരുടെ കൃത്യമായ വോട്ടുകൾ പോൾ ചെയ്യിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ ആത്മവിശ്വാസം. അങ്ങനെയാണെങ്കിൽ ഈ ഭൂരിപക്ഷം കുറയ്ക്കുക, അത് സത്യൻ മൊകേരി എന്ന സ്ഥാനാർത്ഥി വരുമ്പോൾ 2014 ഏതാണ്ട് 20,863 ആയിരുന്നു എന്നാണ് ഏതാണ്ടൊരു കണക്ക്. ആ വോട്ടിലാണ് അദ്ദേഹം അത്രയും വോട്ട് ചുരുക്കി കൊണ്ടുവരാൻ, ഭൂരിപക്ഷം കുറച്ചു കൊണ്ടുവരാൻ. ലിജോയിലേക്ക് മടങ്ങി